ഇന്നൊരു ഷറാറയും സ്കർട്ട് പലാസോയും സ്റ്റിച്ച് ചെയ്യാനായി ടോപ്പിന് വേണ്ടി സീക്വൻസ് വർക്ക് വരുന്ന 3 മീറ്റർ ജോർജറ്റ് മെറ്റീരിയലും സ്കർട്ട് പലാസോയ്ക്കും ഷോളിനും കൂടി 5.5 മീറ്റർ പ്ലെയിൻ ജോർജറ്റുമാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിനായി 5.25 മീറ്റർ ക്രൈപ്പും എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിതിൻ്റെ വർക്കില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി കൂട്ടിയിട്ടാവട്ടെ ചില സമയത്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ വർക്കില്ലാത്ത ഭാഗം പുറത്തേക്ക് കാണുന്ന ഒരു വൃത്തികേട് തന്നെയാണ് കേട്ടോ. കുറച്ചൊരു തടിയുള്ള ആളായതുകൊണ്ട് ഞാൻ ലൈനിങ് ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. താഴെ കൊടുക്കുന്ന ലൈനിങ് നല്ല ഫ്ലെയറിൽ കട്ട് ചെയ്യുകയും ഞൊറിവുകൾ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തടിയുള്ള ആളുകളാണെങ്കിൽ അവരൊന്നും കൂടി തടിയുള്ളതായിട്ട് തോന്നിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാകുമ്പോൾ നല്ലതുപോലെ ഒതുങ്ങി കിടന്നോളൂ. ഷോളിൻ്റെ 4 സൈഡും സ്കാലോപ്പ് ചെയ്തെടുത്ത് 1 സൈഡ് ബോർഡറിൽ ഗോൾഡൻ കളർ സീക്വൻസും ഷുഗർ ബീഡ്സും ഉപയോഗിച്ച് വർക്ക് ചെയ്ത് കൊടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്.